ചില റിപ്പോർട്ടുകളൊക്കെ പാകിസ്ഥാനിൽ നിന്നും വരുന്നത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിലും അപ്പുറമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞു 1500ഓളം പാകിസ്ഥാനി സൈനികരാണ് കൊല്ലപ്പെട്ടത്. അവർക്ക് ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത സ്ഥലത്ത് പോകാനേ പറ്റിയിട്ടില്ല. 214 പാകിസ്ഥാൻ പട്ടാളക്കാരെ എക്സിക്യൂട്ട് ചെയ്ത് ബലൂച്ച് മജീദ് ബ്രിഗേഡ് എന്ന് പറഞ്ഞവർ, ജാഫർ അസ്പക്സി വന്നവർ. ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് വരുന്നത് ഏകദേശം ബലൂചിസ്ഥാനിലെ 23 ജില്ലകൾ, ഹ്യൂജ് ജില്ലകളാണിത്. ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോള് ബലൂച്ച് നാഷണൽ ആർമി, ബലൂച്ച് ലിബറേഷൻ ആർമി അവരുടെ കൺട്രോളിലായി. അത് പിന്നെ മനസ്സിലാക്കുക, അവിടെ പോലീസ് കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ബലൂച്ച് പറയുന്ന പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വിശ്വസിക്കാൻ പ്രയാസമാണ്, പക്ഷേ യാഥാർത്ഥ്യമാണ്. അതായത് പാകിസ്ഥാൻ്റെ കൺട്രോളിലേ അല്ല ഇപ്പോൾ 23 ജില്ലകൾ. അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനി ആർമിയുടെ പല കന്റോൺമെൻറ്റും അടച്ചു പൂട്ടി അവർ അടുത്ത പ്രദേശത്തോട്ടങ്ങ് പോയി. ഇതുണ്ടാകാനുണ്ടായൊരു കാരണം പാകിസ്ഥാൻ ആർമി ഓഫീഷ്യൽസിൻ്റെ, ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കുണ്ണൂർ സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ് ബേസിക്കലി അത്. ഈ ബലൂച്ചിനടുത്തും ഇതേപോലെ പാകിസ്ഥാൻ ആർമിയുടെ ഒരു ട്രെയിനിങ് ക്യാമ്പുണ്ട്. ഇത് ബേസിക്കലി ഉണ്ടാക്കിയിരിക്കുന്നത് പഴയ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചിരുന്നത്. അപ്പം അവിടേക്ക് ആ ട്രെയിനിങ് ക്യാമ്പിലോട്ട് കോഴ്സിന് പോയിരുന്ന ഏകദേശം 4ഓളം വണ്ടികളിൽ 96ഓളം ഓഫീസേഴ്സ്, പട്ടാളക്കാരല്ല ഓഫീസേഴ്സ്, മുഴുവനും വെടി തീർന്നു പോയി. ഇവർ ആംബുഷ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒഫീഷ്യലി അവർ കൺഫേം ചെയ്തു, പക്ഷെ പാകിസ്ഥാൻ ആർമി കൺഫേം ചെയ്തില്ല. അതായത് മനസ്സിലാക്കുക, ബലൂച്ചുകാർ ആ രാജ്യം പിടിച്ചു ഏകദേശം. ഇനി അവർ ഡിക്ലെയർ ചെയ്താൽ മതി ഇത് ഇൻഡിപെൻഡൻ്റ് രാജ്യമാണെന്ന്. ഉറപ്പായിട്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ ഹൈലി സക്സസ്. പാകിസ്ഥാന് ഒരു ഭാഗം ഇങ്ങോട്ടായിക്കൊണ്ടുവന്ന് മറ്റേ പേഷവാറും ആ ഭാഗം പാകിസ്ഥാൻ താലിബാൻ്റെ കൂടെ പോകും. പീസുകളാക്കി ഈ രാജ്യത്തെ, ടെററിസത്തെ മാത്രം വളർത്തിയ ഒരു രാജ്യം. സിയാഹുൾക്ക് ഇരുന്ന സമയത്ത്, പട്ടാള ഭരണാധികാരി ഇരുന്ന സമയത്ത് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാക്കി കൊടുത്തു. ഈ സുഡാപ്പികൾ, ഈ പറയുന്ന ആൾക്കാരും കേൾക്കേണ്ടതാണ് ഈ ചരിത്രം. അയാൾ എന്തിനാ ഇസ്ലാമിക രാജ്യമാക്കിയത്? അവിടെ ഭൂരിപക്ഷം എന്നാൽ മാത്രമേ അയാൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ആർമിക്കകത്ത് തന്നെ പ്രശ്നമായി. പിന്നീട് നിങ്ങൾക്കറിയാം പിന്നെ എന്താ ഉണ്ട്, ഇദ്ദേഹം ഫ്ലൈ ചെയ്ത ഒരു ചെറിയ ഫ്ലൈറ്റിനകത്ത് ബോംബ് വെച്ച് പാകിസ്ഥാൻകാരെ ഇയാളെ തീർത്തു. അതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരു രാജ്യത്തെ മതപരമായ രീതിയിൽ അതിനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വളരെ ഫെനറ്റിക്കും വളരെ ഇസ്ലാമിക ടെററിസം രീതിയിലോട്ട് പാകിസ്ഥാൻ രാജ്യത്തെ ഹോട്ട് ബെൻഡാക്കി തീർത്തതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ സിയാഹു കുൽഹക്കായിരുന്നു. അവർ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് പോയവരാണ്. ഇന്ന് ആ രാജ്യം പീസുകളായി മാറുക. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുക, സിവിലിയൻസ് പാവം പിടിച്ചത് അവരാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്. എന്നിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്തൊക്കെ ക്യാമ്പയിനാണ് നടത്തിയത്, എത്ര പേര്. അപ്പം ഈ ബേസിക്കലി മലയാളികൾക്ക് ഈ പത്രം വായിച്ചുള്ള അറിവുകൾ മാത്രമേ, ഇപ്പം ടെലിവിഷൻ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നു. അതിനു മുമ്പ് ഈ ഡൽഹിയിൽ ഞാൻ ഈ ജോലി ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഓരോ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കും. എത്ര ക്രൂരമായിട്ടാണ് പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം ഇന്ത്യൻ ടെറൈനിൽ. കാരണം നമുക്ക് തടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ എല്ലാ സിറ്റികളിലും. നമ്മുടെ ഏത് സിറ്റികളിലാണ് അറ്റാക്ക് ചെയ്യാത്തത്. അതേപോലെ നമ്മുടെ ഇവിടെയുള്ള ഇസ്ലാമിക വിശ്വാസികളെ ഇവരുടെ ടെറർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാനും, ഇവിടെയുള്ള പൊളിറ്റീഷ്യൻസിനെ അവരുടെ അടിമകളാക്കി മാറ്റിയെടുക്കാനും അവർ നടത്തിയ ശ്രമങ്ങളൊക്കെ വിജയിച്ചില്ല എന്ന് പറയരുത്. വിജയിച്ചിരുന്നു പല സന്ദർഭങ്ങളിലും. എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്, പല ബോംബ് ബ്ലാസ്റ്റിലും വെടിവെപ്പിലും ആൾക്കാരെ കൊല്ലപ്പെട്ടത്. അതിനെ ഏറ്റവും കൺട്രോൾ ചെയ്തു പോകുന്ന കഴിഞ്ഞ 11 വർഷം കൊണ്ടാണ്. അതിനു മുമ്പ് ഇതിൻ്റെ കൺട്രോളൊന്നുമില്ല, ചുമ്മാ പറയുന്നേ. കാരണം ഞാനിത് കണ്ടതാണ്. കാരണം ഞാനിത് നേരിട്ട് കാണുന്ന ഈ ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ മനസ്സിലാക്കുക, എനിക്ക് ഈ ഭീകര പ്രവർത്തകരുമായിട്ടും ബന്ധമുണ്ട്. കാരണം ജേർണലിസം അല്ലേ ചെയ്യുന്നേ, അവരുടെ വേഷം ചോദിക്കണം.
എനിക്ക് പാകിസ്ഥാനും ജമാഅത്തുള്ള പല നേതാക്കളെ എനിക്കറിയാം. ഫോൺ ചെയ്ത് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ ഹിസ്ബുള്ളയുടെയും ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഒക്കെ ആൾക്കാർ, കാശ്മീരിലുള്ള പല ആൾക്കാരെ അറിയാം, മുജാഹിദ് ലീഡേഴ്സിനെയൊക്കെ അറിയാം. ഇവരോടൊക്കെ സംസാരിക്കും. ഇവിടെ നേരിട്ട് കാണുമ്പോഴൊക്കെ ഇവരൊക്കെ വളരെ കോൺഫിഡൻ്റ് ആണ് ഇന്ത്യയെ തകർക്കുക. ഇതൊക്കെ വന്ന് ഞാനിപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽസിനോട് പറയും, ഇവർ വളരെ കോൺഫിഡൻ്റ് ആണ്, ഇന്ത്യയെ പല ഭാഗത്തും തകർക്കും, കാശ്മീർ അവർ പിടിക്കും, ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവനും വേറൊരു വെർട്ടിക്കൽ ഗ്രൂപ്പാക്കും. ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇന്ത്യയുടെ ഒഫീഷ്യൽസ് വളരെ സീരിയസ് അല്ല. അവർ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് സമ്മതിക്കില്ല ഒരു ആക്ഷൻ എടുക്കാൻ. ഇതായിരുന്നു കാരണം. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ എന്തുവാണ് മോദിയുടെ ഭക്തനായത്, എന്തുവാണ് മോദിയെ ഇഷ്ടപ്പെടുന്നത്? ഇപ്പം കോൺഗ്രസ്സിലെ രാജു പി നായർ എന്ന് പറയുന്ന ആള് എന്നെപ്പറ്റി അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഞാൻ വായിച്ചു. പുള്ളിയുടെ എൻ്റെ സുഹൃത്ത് തന്നെ. രാജു പറയുന്നത് ഞാനെങ്ങാണ്ട് BJPയോ കോപ്പോ ഇതൊക്കെ, ഞാൻ മോദിയെ സ്നേഹിക്കുന്ന ആളാണ്. രാജു ആകെ എറണാകുളവും കൊച്ചിയും മാത്രമേ കണ്ടുള്ളൂ. രാജു എത്ര ബോംബ് ബ്ലാസ്റ്റ് കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ? എത്ര പേര്, എത്ര ആൾക്കാർ നരകിക്കുന്നത് കണ്ടിട്ടുണ്ട്? അതിൻ്റെ പേരിൽ ഇന്ത്യയെ ബ്ലാസ്റ്റ് ഉണ്ടാകരുത്, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം അത് പൂർണ്ണമായിട്ടും നിറവേറ്റിയത് നരേന്ദ്രമോദിയാണ്. അതിന് രാജു പി ആ ബുദ്ധി വികസിച്ചില്ല എങ്കിൽ ആ രീതിയിൽ നിൽക്കരുത്. എനിക്കറിയാം, താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരിക്കും, താങ്കൾ അദ്ദേഹത്തിൻ്റെ ഫാനാണ്, ഇതൊക്കെ അറിയാം, ലെറ്റ് ഇറ്റ് ബി. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മൊണ്ണയ്ക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി എന്ത് കുന്തം അറിയാം? എനിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ ഇന്ത്യയെ അറിയാം. എനിക്ക് ഇന്ത്യയുടെ ഗ്രൗണ്ട് അറിയാം, ഇന്ത്യയുടെ ഗ്രൗണ്ട് സീറോ എനിക്കറിയാം. ഞാനത് അഹങ്കരിച്ച് തന്നെ പറയുന്നത്. എനിക്ക് രാഹുൽ ഗാന്ധിയെക്കാളും ഇന്ത്യ അറിയാം. കോൺഗ്രസിൻ്റെ പല നേതാക്കളെക്കാളും എനിക്ക് ഇന്ത്യയെ അറിയാം, നേരിട്ടറിയാം. എനിക്ക് പറയുന്ന ഒരുപാട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന്, അവരുടെ ടോപ്പ് ലീഡറിന്, താഴെ ലീഡേഴ്സിന് നേരിട്ട് പരിചയമുണ്ട്. ഇവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഈ രീതിയിലാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാറ്റണം. കാരണം ടെററിസത്തെ ടെറർ കൊണ്ട് തന്നെ നേരിടണം, അതിനെ തിരിച്ച് തന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യണം. അപ്പം ഞാൻ ആ ടോപ്പിക്കിൽ ഞാൻ പാകിസ്ഥാൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുമാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സബാഷ് ഷെരീഫ് ആണെങ്കിലും മിലിറ്ററി ലീഡേഴ്സ് കഴിഞ്ഞ 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും നിശബ്ദമായി. കാരണം അവരുടെ പട്ടാളത്തിന് പോലും അവരുടെ കന്റോൺമെൻറ്റ് ഏരിയ മുഴുവൻ ഇവർ വളഞ്ഞു കഴിഞ്ഞ് ഇവർ സറണ്ടർ ചെയ്തു. പോലീസ് ആംഡ് ഫോഴ്സ്, സെൻട്രൽ ആംഡ് ഫോഴ്സ് പാകിസ്ഥാൻ, അവർ സറണ്ടർ ചെയ്തു. അവരെല്ലാം ബലൂച്ചിൻ്റെ കൂടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴെന്തോ ബലൂചിസ്ഥാൻ വേറെ രാജ്യമാവുക. അവിടെയുള്ള ചൈനക്കാരന്മാരെ മുഴുവൻ അടിച്ചു ഓടിച്ചു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എത്രയും 10,200 ചൈനക്കാരുണ്ടായിരുന്നു, അത് 600 പേരെ അപ്പോൾ തന്നെ അവിടുന്ന് പുറത്തു വിട്ടു. അപ്പം ബേസിക്കലി പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട രാജ്യം, ടെറർ സ്പോൺസേഡ് രാജ്യം, ഇത്രയും നാളും അഹങ്കരിച്ച് ഇന്ത്യക്കെതിരെ വേണ്ടാത്ത പരിപാടികൾ, ഓരോ അറ്റാക്കുകൾ, എത്രയോ പാവം പിടിച്ചവർ അവരെ നടത്തിക്കൊണ്ട് പോയ സമയത്ത് അതിനെതിരെ ശക്തമായി മോദി ഗവൺമെൻറ് പ്രതികരിച്ചു. അവനെ 2-3 ആക്കാൻ അങ്ങ് തീരുമാനിച്ചു. അവിടെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ സൂപ്പർ ഡൂപ്പർ ശക്തിയായിട്ട് മാറിയത്. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ മോദിയെയും ഇന്ത്യൻ നാഷണലിസത്തെ പറ്റിയും ഇന്ത്യയുടെ ഒരു പാട്രിയോട്ടിക് ഇന്ത്യയെ പറ്റിയും പറയുന്നതിൽ എനിക്കെന്ത് കുഴപ്പമാണ്? ഞാനെന്ത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരന്മാരുടെ വലിയ ആളാണ്? ആരാണ് നല്ലപോലെ ഇന്ത്യ ഭരിക്കുന്നത്, ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത്, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മാറുന്നത്, ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് ഈ കള്ളത്തരവും കപടതയും കാണിച്ച് പണം അടിച്ചു മാറ്റുന്ന കോൺഗ്രസ് നേതാക്കളെ പോലെ അവരെ മാറ്റി നിർത്തി അതിന് ധാർമ്മികമായ ഇന്ത്യൻ വാല്യൂസിൽ ഇന്ത്യ കൊണ്ടുപോകുന്ന ഒരാളെ ഞാൻ പിന്തുണയ്ക്കും. അതാരാണെങ്കിലും, അത് എക്സ് ഓർ വൈ ആരാണെങ്കിലും പിന്തുണയ്ക്കും. അതൊരു സാധാരണ ഇന്ത്യക്കാരൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതാണോ നാഷണൽ സെക്യൂരിറ്റി ഇത്ര ശക്തമായൊരു സമയം കഴിഞ്ഞ 40 വർഷം നിങ്ങളെടുത്ത് നോക്ക്. ഇത്രമാത്രം ശക്തമായ നാഷണൽ സെക്യൂരിറ്റി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 40 വർഷം കൊണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ബോംബ് പൊട്ടിക്കാൻ ഈ പറയുന്ന തീവ്രവാദികൾക്കൊക്കെ ഭയങ്കര പേടിയാണ്.
പേടി എന്ന് പറഞ്ഞാൽ ശക്തമായ രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഫോഴ്സും ഏജൻസികളൊക്കെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ പാകിസ്ഥാൻ എത്ര മനോഹരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ബലൂച്ചിൽ പാകിസ്ഥാനെ നാശക്കോടാലയാക്കി കൈ കൊടുത്തു. ഇതൊക്കെ സത്യം പറഞ്ഞ എൻ്റെ ഡ്രീമായിരുന്നു. ഇത്രമാത്രം ശല്യം ചെയ്ത് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ കള്ളന്മാർ മുഴുവനും അവിടെ ഓടി അങ്ങ് ഒളിക്കുക. പിന്നെ യാതൊന്നുമില്ല. അതിന് അട്ടി കൊടുക്കുക. അവിടെ സിവിലിയൻസിൻ്റെ കഷ്ടപ്പാട് ഐ എം ലിറ്ററലി സോ അതിൽ വളരെ ഇതുണ്ട്. പക്ഷേ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങൾക്കും പിടികിട്ടി ഇത് അവരുണ്ടാക്കിയ തീവ്രതയാണ്. ആ തീവ്രതയ്ക്ക് ശരിയായ മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം തീരുവാണ്. പീസായിട്ട് തീർന്നു പോകും. അവിടുത്തെ ഈ പട്ടാള ഓഫീസിൻ്റെയൊക്കെ സ്ഥിതി എന്താകാൻ പോകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ കയ്യിലൊന്നും അല്ല ഇത്. അത്രമാത്രം മത തീവ്രത പട്ടാളത്തിനകത്ത് കയറി, അവിടെ കയറി, ഇവിടെ കയറി. പിന്നെ അടുത്ത ലക്ഷ്യം എന്താ? അവരുടെ സ്വന്തം ടെററിസ്റ്റുകൾ സ്വന്തം പട്ടാളക്കാരനെ കൊല്ലു. പട്ടാളക്കാർ അവരുടെ കുട്ടികളെ കൊല്ലുന്നു. ആശുപത്രികൾ ബോംബ്. ഇതൊക്കെ ഉണ്ടാകുന്ന എവിടെയാണ് സമയം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ പറയുന്ന വിശുദ്ധമായ നോമ്പ് സമയത്താണ് ഉണ്ടാകുന്നത്. അത് അപ്പം അങ്ങനൊരു കാലയളവിൽ ഈ സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എവിടൊക്കെയാണ് ഇവർക്ക് പിഴച്ചത്? എവിടെയാണ് ഇവരുടെ തോട്ട്സ് തകർന്നു പോയത്? അപ്പം അതിനൊരു മറുപടിയായിട്ട് ഇന്ത്യ കൊടുത്തൊരു അടിയുണ്ട്. അതാണ് ഏറ്റവും നല്ല അടി. ആ അടി തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു കാരണവശാലും ഇവർ മറ്റേ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ തരാമെന്ന് പറഞ്ഞാൽ ഒരു പുല്ലും നമുക്ക് വേണ്ട. കാരണം അതിനെയും ചുമന്ന് മുന്നോട്ട് പോകാൻ പാടാണ്. ആദ്യം നമുക്ക് കാശ്മീരിൻ്റെ കാര്യം അവിടെ 10-12% ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ അവിടെ മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ച് എന്നാൽ മാത്രമേ നമുക്ക് കാശ്മീരെ ഫുൾ കൺട്രോൾ ആക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു തലവേദന കൂടി പിടിച്ചു വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഏതായാലും അവർ ബോയ്സ് ആർ ഡൂയിങ് വെരി വെൽ ഡൺ ബോയ്സ്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് ഇത് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.